2026 T20 വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ മലയാളികൾ ഒന്നടക്കം സന്തോഷിച്ച പേരായിരുന്നു സഞ്ജു സാംസൺ. വിക്കറ്റിനു പുറകിലും അഭിഷേകിനൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക സഞ്ജു തന്നെയായിരിക്കുമെന്നും എല്ലാവരും കരുതിയിരുന്നു. എന്നാൽ സ്വന്തം നാട്ടിൽ ന്യൂസിലാൻഡുമായി നടന്ന പരമ്പരയിലെ 5 മത്സരങ്ങൾ കളിച്ചുവെങ്കിലും ഒരു ഇന്നിംഗ്സിൽ പോലും സഞ്ജുവിനെ 30 റണ്ണിന്റെ മുകളിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിലെ അവസാന മത്സരം സ്വന്തം ജന്മനാടായ തിരുവനന്തപുരത്തെ കാണികൾക്ക് മുന്നിൽ തലകുനിക്കേണ്ട അവസ്ഥയും സഞ്ജുവിനെ തേടിവന്നു. ഒന്നാം ഇന്നിംഗ്സിന് ശേഷം കീപ്പ് ചെയ്യാൻ പോയ സഞ്ജുവിനെ തിരിച്ചു വിളിച്ച് ഇഷാൻ കിഷാന് ഗ്ലൗസ് നൽകിയതും ഇന്ത്യൻ കാണികൾ കാണേണ്ടി വന്നു. ഇതെല്ലാം തന്നെ സഞ്ജുവിനെ 2026 വേൾഡ് കപ്പിന്റെ പ്ലെയിൻ 11 നിന്നും പുറത്തേക്കുള്ള വഴിയൊരുക്കി. എന്നാൽ അഭിഷേക് ശർമ്മയ്ക്ക് പരിക്ക് മൂലം നമീബിയക്കെതിരെ കളിക്കാൻ കഴിയാത്തതിനാൽ സഞ്ജുവിനെ വീണ്ടും ഭാഗ്യം തേടിയെത്തി. ഇഷാൻ കിഷാനൊപ്പം ഓപ്പൺ ചെയ്ത സഞ്ജു സാംസൺ 8 ബോളിൽ 22 റണ്ണാണ് കരസ്ഥമാക്കിയത്. അതിൽ 3 പടുകൂറ്റൻ സിക്സും 1 ബൗണ്ടറിയും ഉൾപ്പെടുമായിരുന്നു. എന്നാൽ അടുത്ത മത്സരത്തിൽ അഭിഷേക് ശർമ്മ തിരിച്ചു വന്നപ്പോൾ സഞ്ജു സാംസൺ വീണ്ടും ബെഞ്ചിലേക്ക് തന്നെ മടങ്ങേണ്ടി വന്നു. എന്നാൽ ദക്ഷിണാഫ്രിക്കയുമായി നടന്ന മത്സരത്തിലെ കനത്ത തോൽവി ഇന്ത്യൻ ക്യാപ്റ്റനെയും കോച്ചിനെയും മാറ്റി ചിന്തിപ്പിച്ചു. തുടർന്ന് നടന്ന സിംബാബ്വെക്കെതിരെയുള്ള മത്സരത്തിൽ സഞ്ജു സാംസൺ 15 ബോളിൽ 24 റണ്ണ് നേടി. എന്നാൽ വെസ്റ്റ് ഇൻഡീസുമായി നടന്ന നിർണായക മത്സരത്തിൽ സഞ്ജു സാംസന്റെ മിന്നും പ്രകടനമാണ് കാണാൻ കഴിഞ്ഞത്. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് 195 റണ്ണ് നേടിയപ്പോൾ സഞ്ജു സാംസന്റെ 50 ബോളിൽ 97 റണ്ണ് എന്ന മികച്ച പ്രകടനമാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത്. 12 ബൗണ്ടറിയും 4 സിക്സറും അടങ്ങിയതായിരുന്നു സഞ്ജുവിന്റെ ഇന്നിംഗ്സ്. സഞ്ജുവായിരുന്നു മാൻ ഓഫ് ദ മാച്ചും. അപ്പോഴും സഞ്ജുവിന്റെ കഴിവിനെ അംഗീകരിക്കാൻ കഴിയാത്തവരായിരുന്നു പല മുതിർന്ന താരങ്ങളും. രണ്ടാം സെമിയിൽ ഇംഗ്ലണ്ടിനെ നേരിടുന്നതിന് മുന്നായി ചതേശ്വർ പുജാര പറഞ്ഞത് സഞ്ജു ആർച്ചറിന്റെ ഓവറിൽ അഭിഷേകിന് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്നായിരുന്നു. ആർച്ചറിന്റെ 3-ാം ബോളിൽ 1 ബൗണ്ടറിയിലൂടെ തന്നെ സഞ്ജു സാംസൺ സ്വന്തം ന്യായം വ്യക്തമാക്കി. ആദ്യ ഓവറിൽ 1 ബൗണ്ടറിയും 1 സിക്സും അടക്കം 11 റണ്ണാണ് സഞ്ജു ആർച്ചറിനെതിരെ നേടിയത്. എന്നാൽ ആർച്ചറിന്റെ 2-ാം ഓവറിൽ 2 ബൗണ്ടറിയും 1 സിക്സും അടക്കം 14 റണ്ണ് സഞ്ജു സാംസൺ കരസ്ഥമാക്കി. 15 റണ്ണിൽ നിൽക്കെ തനിക്ക് കിട്ടിയ പുതുജീവൻ സഞ്ജു സാംസൺ ഉപയോഗിക്കുന്നതാണ് പിന്നങ്ങോട്ട് കണ്ടത്. 42 ബോളിൽ 7 സിക്സിന്റെയും 8 ബൗണ്ടറിയുടെയും മികവിൽ 89 റണ്ണാണ് സഞ്ജു സാംസൺ കരസ്ഥമാക്കിയത്. സഞ്ജുവിന്റെ മിന്നും പ്രകടനത്തിൽ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 253 റണ്ണ് ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞു. 7 റണ്ണിനായിരുന്നു ഇന്ത്യയുടെ വിജയം. അങ്ങനെ സെമി ഫൈനലിലും പ്ലെയർ ഓഫ് ദ മാച്ച് ആവാൻ സഞ്ജു സാംസന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 8-ാം തീയതി ഞായറാഴ്ച അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ ഏവരും ഉറ്റുനോക്കുന്നത് സഞ്ജുവിന്റെ പ്രകടനം തന്നെയായിരിക്കും. നല്ലൊരു ഇന്നിംഗ്സ് കാഴ്ചവെച്ച് ഇന്ത്യയെ വീണ്ടും കിരീടം മുത്തമിടുന്നതിന് സഹായിക്കാൻ സഞ്ജുവിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.